നമസ്കാരം. നമുക്ക് ജ്യോതിഷം പഠിക്കുന്നത് ഫലചന്ദ്രിക എന്ന ഗ്രന്ഥത്തിലെ കേതുവിൻ്റെ കാരകത്വ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കേതു നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണെന്നും നിഴൽ ഗ്രഹമാണെന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കാരക വിശേഷങ്ങൾ ഗൃഹജാതക പദ്ധതിയിൽ പറയുന്നുണ്ട്. ഉൽക്ക, അഗ്നി, ജ്വാല, കീല, ധ്വജ, ഖന, വധ, ക്ഷേപ, സൂര്യാദി, കർമ്മശാല, അങ്കാര, അണ്ടവർഗ, മധുരുദ്ര, ഫലശുദ്ര, ചൂർണപ്രയോഗ, കതുയിക, ദദംശേഖ, ബലിവിധേയ, മാരണ, ഉച്ചാടനാദ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉൽക്ക എന്നതിനാൽ ആകാശത്ത് നിന്ന് പതിക്കുന്ന അഗ്നിഗോളം ഉൽക്ക ഒക്കെ ഇതിനെ സൂചിപ്പിക്കുകയും ഇത് പെട്ടെന്നുള്ള വീഴ്ചയാകിയാൽ പെട്ടെന്നുള്ള സംഭവങ്ങൾ, അപ്രതീക്ഷിത സംഭവങ്ങൾ, മാറ്റങ്ങൾ, കർമ്മഫലത്തിൻ്റെ പെട്ടെന്നുള്ള പ്രകടനങ്ങളൊക്കെ ഇതിനെ സൂചിപ്പിക്കും. അഗ്നിജാല എന്നതിനാൽ തീ, അഗ്നിജാല, ദഹനം, അഗ്നിബാധ ഇതൊക്കെ പറയുമ്പോൾ ശുദ്ധീകരിക്കുന്ന സാധനമാണ് അഗ്നി. എല്ലാത്തിനും ശുദ്ധീകരിക്കുന്നതുകൊണ്ട് ഇതിനെ സൂചിപ്പിക്കുന്നു, അഗ്നി സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ കീല എന്നതിനാൽ പറഞ്ഞ ആണിയാണ്. അപ്പോൾ തറയ്ക്കുന്ന ഉപകരണങ്ങളും ഉറപ്പിച്ച് എന്തെങ്കിലും ബന്ധിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതും ഒരു ആണി മരത്തിൽ അടിച്ച് കയറ്റുന്നത് പോലെയുള്ള തുളച്ച് കയറുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ സൂചിപ്പിക്കുകയും അതായത് വേദനയിലൂടെ ഒരു കാര്യം പഠിക്കുകയും ചെയ്യും. ധ്വജം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കൊടിയാണ്. അപ്പം ധ്വജം എന്നത് ഒരു അടയാളമാണ്. മറ്റുള്ളവരാൾ ശ്രദ്ധിക്കപ്പെടാനും ആത്മീയ ജീവിതത്തിൽ ഉയർച്ച നേടാനുമൊക്കെ ഈ ധ്വജം എന്ന ഒരു വാക്കുകൊണ്ട് സൂചിതമാണ്. പിന്നീട് ഖനനം എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, ഖനനം എന്നാൽ കുഴിയെടുക്കുക, കുഴിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഖനിജോലികൾ, ഇതൊക്കെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഭൂമിക്കടിയിലുള്ള വസ്തുക്കൾ പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക, ഗൂഢവിദ്യയൊക്കെ കേതുവിൻ്റെ കാരകത്വ വിശേഷങ്ങളായിട്ട് വരും. ഈ വധം എന്നതുകൊണ്ട് നമ്മൾ ഈ ആധുനിക കാലത്ത് ഒരാളെ കൊല്ലുക, അത് ചെയ്യുക, ശാരീരികമായ ഉപദ്രവങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. വധം എന്നുള്ളത് മോശവുമായി ബന്ധപ്പെട്ടാൽ അറിവില്ലായ്മയെ മാറ്റുകയും മറ്റും ചെയ്യുന്ന കാര്യങ്ങളാവും. ഈ സൂര്യാദി കർമ്മം വന്നു കഴിഞ്ഞാൽ സൂചി വെച്ചുള്ള തുന്നൽ, കുത്തൽ പരിപാടികളും, തുന്നൽ ചേർക്കുക, അക്യൂപങ്ക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കേതുവിൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ്. ക്ഷാരം എന്നതിനാൽ ക്ഷാരപദാർത്ഥങ്ങൾ, ആൽക്കലൈൻ വസ്തുക്കൾ, ദഹനശേഷിയുള്ള വസ്തുക്കൾ എന്നൊക്കെ പറയും. അപ്പോൾ ഈ ദഹനശേഷി ഉള്ളതുകൊണ്ട് കേതു 5 നിന്നാൽ ഈ അസിഡിറ്റിയൊക്കെ പറയാൻ പറ്റും. കാരണം 5 വയറാണ്. വയറിനെ സൂചിപ്പിക്കുന്നത് അസിഡിറ്റിയൊക്കെ പറയാൻ പറ്റുന്ന കാരകത്വം ഇതിനുണ്ട്. അപ്പോൾ അങ്കാരം എന്നാൽ കരിയാണ്. അപ്പോൾ ഒന്ന് മാറി മറ്റൊരു രൂപമായി. ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു രൂപത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ അങ്കാരം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. അവശിഷ്ടങ്ങളെല്ലാം ഈ അങ്കാരം എന്ന വാക്കിനാൽ ഉപയോഗിക്കും. ഈ അണ്ടവർഗം എന്നാൽ അണ്ടത്തിൽ നിന്നുണ്ടാകുന്നതല്ല. അപ്പോൾ കോഴിമുട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അണ്ടത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ പുതിയ ജനനങ്ങളാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. മധു എന്നാൽ തേൻ, മധുരദ്രവ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും നിരവധി പൂക്കളുടെ സാധനം ആയതാണ്. ഈ തേൻ എന്ന് പറയുന്ന നിരവധി പൂക്കളിൽ നിന്ന് എടുക്കുന്നതിനാൽ ആണ് ഈ ഇത് പറയുന്നത്. രക്തം, അപ്പോൾ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് രക്തസ്രാവവും മുറിവും ശസ്ത്രക്രിയയൊക്കെ കേതുവിൻ്റെ കാരക വിശേഷങ്ങളായിട്ട് പറയാറുണ്ട് ആചാര്യൻ. ഫലം എന്നതിനാൽ മാംസാഹാര വസ്തുക്കൾ എന്നൊക്കെയാണ്. അപ്പോൾ ഈ മാംസം എന്ന ശരീരത്തിൻ്റെ ഭൗതിക ഭാഗമാണ്. അപ്പം ആത്മാവും ഭൗതികവും ആന്തരികവുമായ കാര്യങ്ങൾക്കുള്ള വ്യത്യാസം കേതുവിനെ കൊണ്ട് പറയാൻ പറ്റും. ഖദോദ്യം എന്നുള്ള മിന്നാമിനാണ്. ചെറിയ പ്രകാശം പുറപ്പെടുവിക്കുന്ന ചെറു പ്രാണികൾ, ഇതൊക്കെ ആണ് ഈ ഖദോദ്യം കൊണ്ട് ഉദ്ദേശിപ്പിക്കുന്നത്. ദംശാദി എന്നാൽ കടിക്കുന്ന പ്രാണികളെ, കൊതുക്, ഈച്ച, വിഷമുള്ള ചെറുജീവികൾ, പേൻ, കൊതുക് തുടങ്ങിയ പരാതജീവികളെയും ഒക്കെ ഉണ്ട്. ഇത് ചെറുതായിട്ട് ആരംഭിച്ച് പിന്നീട് വലിയ പ്രശ്നങ്ങളാകുന്ന കാര്യങ്ങളും ഒക്കെ കേതുവിനെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഖബല വിധി എന്നത് ഈ ദുഷ്ടശക്തികൾക്കുള്ള പ്രേത കർമ്മങ്ങൾക്കൊക്കെയുള്ള മന്ത്രവാദ കർമ്മങ്ങളെയാണ് അഖബലി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മാരണ, ഉച്ചാടനാദി കർമ്മം എന്നുള്ളത് ഈ ഷഡ്കർമ്മങ്ങളിൽ പെടുന്ന ഒന്നാണെങ്കിലും അതിന് പരമ്പരാഗതമായ മാന്ത്രിക കർമ്മങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശമാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. യുദ്ധശാസ്ത്ര അഭ്യാസം എന്നാൽ യുദ്ധവിദ്യയും ആയുധ പരിപാലനവും, കളരിപ്പയറ്റ്, വാൾപ്പയറ്റ്, അമ്പയറ്റ്, കരാട്ട, ദന്തയുദ്ധം, മുഷ്ടിയുദ്ധം, ഇതൊക്കെ ഈ കേതുവിൻ്റെ കാരകത്വത്തിൽ വരുന്നതാണ്.
മൃതി രണം എന്നാൽ യുദ്ധഭൂമിയും പോരാട്ടവും, പോരാട്ടഭൂമിയിൽ മരണപ്പെടുന്നതിനും വീരമരണവും സംഘർഷവും ഇതെല്ലാം ഈ കേതുവിനെ കൊണ്ട് പറയാം. മാതൃതാത എന്നല്ല, അമ്മയുടെ അച്ഛൻ മാതാമഹനെയാണ് പറയേണ്ടത് എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കേണ്ടത് കേതുവിനെ കൊണ്ടാണെന്ന് ആചാര്യൻ പറഞ്ഞിരിക്കുന്നു.